ഈ പോകുന്ന വഴി ഞാൻ കാണിക്കാൻ പറഞ്ഞു പോയല്ലോ. ഈ കേസ് എൻ്റെ പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സാധനം കേട്ടോ. ഞാൻ ഇന്ന് അനിയൻകുട്ടനും പനി ആയതുകൊണ്ടുണ്ടല്ലോ ഹോസ്പിറ്റലിലേക്ക് ഹോസ്പിറ്റലിൽ ഇവിടെ മൂപ്പനാട് ആ ഭാഗത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ഹോസ്പിറ്റലിലേക്ക് കയറുക, ആ ഹോസ്പിറ്റലിലേക്ക് ആദ്യമായിട്ട് കയറുക. പണ്ടത്തെ ഹോസ്പിറ്റലിലേക്ക് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര നോസ്റ്റാൾജി വെച്ച് നിങ്ങൾക്ക് കൂടി കാണിച്ചില്ലാന്ന് വെച്ച്. പിന്നെ അവന് കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് കേട്ടോ. സ്ട്രോബെറി അതൊക്കെ സ്ട്രോബെറിക്ക് എത്രയോ? 100? 100 എന്ത് ചെയ്യാ? സ്ട്രോബെറി അടിക്കാനാ? ഞാൻ ഇതിലായിട്ട് സ്ട്രോബെറി ഒന്നും കഴിച്ചിട്ടില്ല. കഴിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. ഇത് കൂടെ നടന്നു പോയപ്പോണ്ടല്ലോ സ്ട്രോബെറി കഴിക്കാൻ എനിക്ക് ഭയങ്കര പൂതി കണ്ടപ്പോൾ മേടിക്കണമെന്ന് തന്നെ ഞാൻ വന്നപ്പോൾ ഇവൻ്റെ അടുത്ത് പറഞ്ഞാൽ വരുമ്പോൾ സ്ട്രോബെറി മേടിച്ചിട്ട് പോയാലോ, നമുക്ക് തിന്നുകൊണ്ട് നടന്നു പോയാലോ എന്ന് വിചാരിച്ചതാണ്. പക്ഷേ സ്ട്രോബെറി അപ്പോൾ മേടിക്കേണ്ടത് വിചാരിച്ച്. പിന്നെ പൈസയും കുറവായിരുന്നു. പിന്നെ വണ്ടിക്കൂലിക്ക് ഈ ബാക്കി പൈസ ഇവൻ തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള പൈസ ഇവൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. തിരിച്ചു പോകാനുള്ള വണ്ടിക്കൂലി ഇവൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവൻ്റെ നിന്ന് കുറച്ച് പൈസയും എൻ്റെ നിന്ന് കുറച്ചും പൈസയും കൂടി കൂട്ടിയിട്ട് ഒരു സ്ട്രോബെറീൻ്റെ ഒരു 4-5 സ്ട്രോബെറി എത്ര ഉണ്ടാവില്ലേ? സ്റ്റോക്ക് കുറച്ചുള്ളൂ അല്ലേ സ്ട്രോബെറി? അതത്രേ ഉള്ളൂ. സ്ട്രോബെറി കിട്ടിയതാ, ഞാൻ ഇതായിട്ട് തിന്നിട്ടില്ല. അതൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ആദ്യമായിട്ടോ ഞാൻ സ്ട്രോബെറി ഇന്നൊരു ഈ സന്തോഷം, എൻ്റെ സന്തോഷം ഉണ്ടല്ലോ പറഞ്ഞറിയിക്കണം. ഫസ്റ്റ് ഞാൻ സ്ട്രോബെറി ആദ്യമായിട്ട് ഞാൻ കഴിക്കണം. ടേസ്റ്റ് ചെയ്യാം. നല്ല വേണം. സ്ട്രോബെറി പറഞ്ഞു ഇതാണ് സ്ട്രോബെറി. അത് മാത്രമല്ല ഈ പോകുന്ന വഴി ഞാൻ കാണിക്കാൻ പറഞ്ഞു പോയല്ലോ. സ്ട്രോബെറി നല്ല മണമുണ്ട്. തിന്നുമ്പോൾ ഓവർ ചെയ്തില്ല അല്ലേ? മണിക്കൂട്ടനവിടെ സ്ട്രോബെറി ഞാൻ അതിൽ കൂടെയൊക്കെ പോയിട്ട് സ്ട്രോബെറി മേടിച്ചിട്ട് വന്നു. സ്ട്രോബെറി നോക്ക്, ഞാൻ ഇതിലേക്ക് അത് കഴിച്ചിട്ടില്ല. എന്നിട്ട് മേടിച്ച ഞാൻ എന്താണ് സ്ട്രോബെറി ഉണ്ട് നോക്കി.
നല്ല മണത്തൊക്കെ നല്ല മണമായിന് അല്ലേ. ഈ ഹോസ്പിറ്റലിൻ്റെ താഴേക്കോട് ഒരു മേലോട്ട് ഒരു റോഡുണ്ട് കേട്ടോ. അത് മറ്റേ എന്താ പറയുക, ആംബുലൻസ് കയറി പോകാനുള്ളൊരു ചെറിയ റോഡ് പോലെ. അതുകൂടെ ഞങ്ങൾ ഇപ്പോൾ കയറി പോകുന്നത്. നേരത്തെ മറ്റേ ഫ്രണ്ട് എന്താ ഗേറ്റിൽ കൂടെ ഞങ്ങൾ കയറിപ്പോയി. ഇപ്പോൾ സൈഡിൽ കൂടെ കയറി പോകുന്ന വഴിയും പിന്നെ അപ്പുറത്ത് ചായത്തോട്ടം എല്ലാം കൊണ്ട് കാണാനൊക്കെ നല്ല വൈബായി സ്ഥലമൊക്കെ. എനിക്ക് ഇവിടെ നിന്ന് പോകാൻ തോന്നുന്നില്ല. ഈ നൊസ്റ്റാളജി നിറഞ്ഞു കിടക്കുന്ന സ്ഥലത്ത് നിന്ന് എനിക്ക് വീട്ടിൽ പോകാൻ തോന്നുന്നില്ല. അമ്മ നേരത്തെ വിളിച്ചിരുന്നു, അപ്പോൾ നേരത്തെ വീട്ടിൽ പോകാൻ പറഞ്ഞിരുന്നു. പിന്നെ ഈ ചേച്ചിയുടെ ഒറ്റയ്ക്ക് ചേച്ചി അമ്മൂമ്മ അപ്പോൾ പോയിട്ടുണ്ട്. അമ്മൂമ്മ ബസ് കയറിയിട്ട് വീട്ടിൽ പോകാൻ വേണ്ടി അപ്പുറത്തെ കൊണ്ടാക്കിയിട്ടുണ്ട്. അപ്പുറത്തെ വെച്ചാൽ റോഡിൻ്റെ അപ്പുറം ക്രോസ് ചെയ്ത് അവിടെ കൊണ്ടാക്കിയിട്ടുണ്ട്. ഞാനിപ്പോൾ തിരിച്ച് അങ്ങോട്ട് കയറി പോയി കൊണ്ടിരിക്കുക. ഞാൻ റോഡ് സ്ഥലമൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ വിശദീകരിച്ച് ഇങ്ങനെ പറയാൻ പറ്റില്ല. ഈ ഭാഗത്തുള്ളതിനെ കുറിച്ച് എനിക്കധികം ഇതില്ല, നോളേജ് ഇല്ല. ഈ ഭാഗവും എനിക്ക് അധികം ഇങ്ങോട്ട് വരലില്ല എന്ന് വെച്ചാൽ മൂപ്പരാണ്ട ഭാഗത്തേക്ക് അധികം വരലില്ല. പിന്നെ ഈ ഹോസ്പിറ്റലിനെ പറ്റി എനിക്ക് അധികം ധാരണയൊന്നുമില്ല. എന്നാലും ഈ സ്ഥലങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. നൊസ്റ്റാൾജി അടിച്ച് കയറുന്ന സ്ഥലമാണ് ഇതൊക്കെ. ഞാൻ കാണിച്ചു തരാം. ഞാൻ അധികം ഒന്നും പറയുന്നില്ല. സ്ഥലം മൊത്തം ഒന്ന് സൈലൻ്റ് ആയിട്ട് ഞാൻ അതുകൂടെയൊക്കെ പറ്റുന്ന സ്ഥലത്ത് കൂടെയൊക്കെ നടന്നിട്ട് കാണിച്ചു തരാം. ഇതുകൂടെയാണ് ഞാൻ പറഞ്ഞ ആംബുലൻസ് ഇങ്ങനെ കയറി പോകുന്ന സ്ഥലം. ഈ റോഡിൽ അവിടെ നിന്നാണ് സ്റ്റാർട്ടിങ്. ഇവിടുന്ന് ആ മെയിൻ റോഡിൽ നിന്ന് ആ ഭാഗത്തുനിന്ന് ഇങ്ങനെ വരുന്നുണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ ആംബുലൻസ് കയറിപ്പോവും. പിന്നെ അത് മാത്രമല്ല, അവിടെ ഒരു പഴയ ഒരു ഹോസ്പിറ്റലിൻ്റെ ഭാഗമാണ് തോന്നുന്നത്. ഈ ഹോസ്പിറ്റലിൻ്റെ ഭാഗമാണ് തോന്നുന്നത്. ഇങ്ങോട്ട് വന്നപ്പോൾ ആകെ കൺഫ്യൂഷനായി പോയി. ഇവിടെ ആരും കാണുന്നില്ല. ഈ പുറത്ത് ഭാഗത്തുനിന്ന് ആരും കാണുന്നില്ല. ഡോക്ടറിനെയും പിന്നെ പേഷ്യൻസിൻ്റെ ഒന്നും ആരും കാണുന്നില്ല. ഞാനാകെ ബേജാറായി പോയി. ഹോസ്പിറ്റലിൽ മാറിപ്പോയി കയറിയോന്ന് തോന്നി എനിക്ക്. പിന്നെ കോൾ ചെയ്തെല്ലാം സെറ്റാക്കി ഞങ്ങൾ മേലെ പോയി നോക്കി. അപ്പോൾ അവരവിടെ ഉണ്ടായിരുന്നു, റൂമിലുണ്ടായിരുന്നു. റൂമിൽ വെച്ചാൽ വാർഡിലുണ്ടായിരുന്നു. വാർഡിൽ നിന്നാണ് പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ റൂമെന്ന് പറഞ്ഞത് വാർഡിലുണ്ടായിരുന്നു. അതും റൂം തന്നെയാണ്. ആ റൂമിലുണ്ടായിരുന്നു. അധികം തിരക്കൊന്നുമില്ല അവിടെ. തിരക്ക് തീരില്ല. ഇവന് കുറച്ച് 2-3 ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുത്തിട്ട് ചെക്ക് ഞാനൊരു ഫോട്ടോ എടുത്തിട്ടോ. അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു ആ ഫോട്ടോ. ഇവിടുന്ന് ഈ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് കയറി പോകുന്ന ഫോട്ടോ ആയിരുന്നു. ഇതാ ഇവിടുന്ന് ഈ ഭാഗത്ത് കയറി പോകുന്നൊരു ഫോട്ടോ. ഇവിടുന്ന് എടുത്ത ഫോട്ടോ, ഇവിടുന്ന് ഞാൻ എടുത്ത ഫോട്ടോ. ഞാൻ ഇവനെ കാണിക്കണ്ടായിരുന്നു. എനിക്കിപ്പോൾ തോന്നി. നല്ല കുറ്റബോധമുണ്ട്. കാരണം എന്താ വെച്ചാൽ അത്രയും അടിപൊളിയായ ഫോട്ടോ ആയിരുന്നു. അൺഎക്സ്പെക്റ്റഡ് ആയതുകൊണ്ട് അവൻ കയറി പോകുന്ന ആ സെക്കൻഡ് നേരം കൊണ്ട് ഞാൻ ഫോട്ടോ ക്ലിക്ക് ചെയ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് അടിപൊളി ഫോട്ടോ ആയിരുന്നു അത്. സൈഡിൽ ഞാൻ കൊടുക്കാം. ഇതാ ഈ കാണുന്ന ഫോട്ടോ ആണ് ഞാൻ എടുത്ത ഫോട്ടോ. നോക്കുമ്പോൾ എനിക്ക് നല്ല നൊസ്റ്റാൾജിയ ഉണ്ട്. വീട്ടിൽ പോകാൻ തോന്നില്ല. അമ്മേനെ വിളിച്ച് പറയട്ടെ ഞാനൊന്നും വീട്ടിലേക്ക് വരുന്നില്ല എന്ന്. വാവ്. അതിനപ്പുറത്ത് എന്തോ ഉണ്ടല്ലോ. അവിടെയും കൂടി എടാ അപ്പുറത്ത് പോവാം. അതാ ഭാഗത്ത് എന്തോ ഉണ്ട്. വേറെ എന്തോ ആണ് സ്റ്റാഫ് വാർഡ്.
സ്ഥലം കാണാൻ നോസ്റ്റാൾജി അടിച്ച് കയറി കുറ്റിയിട്ടുണ്ട്. ഇതാ കാണുന്നത് മെയിൻ റോഡ്. അവിടെ നിന്ന് അങ്ങനെയാണ് മെയിൻ റോഡ് ഉള്ളത്. ഈ മുന്നേ ഇങ്ങോട്ട് വന്നിട്ടുണ്ടോടാ? ഇത്ര ആയിട്ട് വന്നിട്ടുണ്ടോ? കുറേ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ചെറിയിട്ട് വന്നില്ല. ഈ ബസ്സിൽ കൂടെയൊക്കെ പോകുമ്പോൾ ഈ ഹോസ്പിറ്റലിൽ ഇങ്ങനെ കാണാം. ഈ മെയിൻ റോഡിൽ കൂടെ ബസ്സിൽ കൂടെയൊക്കെ പോകുമ്പോൾ ഈ ഹോസ്പിറ്റലിൽ ഇങ്ങനെ കാണാം. എനിക്ക് ഇങ്ങോട്ട് വരുന്നതുണ്ടായിരുന്നു. കാണുന്നത് ചായത്തോട്ടവും പിന്നെ അത് മാത്രമല്ല ഈ മെയിൻ റോഡും പിന്നെ ഈ ഹോസ്പിറ്റലും എല്ലാം കൂടി ആകുമ്പോൾ എന്തൊരു ആംബിയൻസ് അറിയാം ഈ ഭാഗം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇനി കുറച്ച് കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോകണമെന്നുണ്ട്, പോകണ്ടെന്നുണ്ട്, എന്താണെന്ന് അറിയില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ആ കാണുന്ന മുള്ളു പോലത്തെ ചെടിയില്ലേ, അത് അറിയുന്നവർ താഴെ കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. എനിക്കറിയില്ല അതിൻ്റെ പേര് എന്താണെന്ന് എനിക്കറിയില്ല. നല്ല മുള്ളു അല്ല. ഞാൻ അതിൻ്റെ അടുത്തേക്ക് പോയില്ല. ഒന്നും കൂടി പോയി നോക്കിയാലോ. ഇല്ല ടൈറ്റുള്ള ഇലയായിരിക്കും എന്നൊന്നും അറിയില്ല. പോയി നോക്കാം. മുള്ളുണ്ട്, കാണുന്നുണ്ടോ? മുള്ളുണ്ട്. ഇത് ഇല താഴ്ത്തുമ്പോൾ എന്ത് ടൈറ്റ് നോക്ക്. അതാ പോണേ. പിന്നെ അത് മാത്രമല്ല ഈ മൂപ്പനാട് ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഞാൻ വിചാരിക്കുന്നു. പിന്നെ അത് മാത്രമല്ല കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് വീട്ടിൽ പോകണം. അമ്മ കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വിളിക്കുകയായിരിക്കും. അത് മാത്രമല്ല ആ ചേച്ചീൻ്റെ അമ്മ കുറച്ച് കഴിഞ്ഞ് വരും. ആ ടൈം ആകുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് വീട്ടിൽ പോകണം കേട്ടോ. അപ്പോൾ നമ്മളെ ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഞാൻ വിചാരിക്കുന്നില്ല. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നാളെ അടുത്ത വ്ളോഗായിട്ട് നാളെ കാണാം കേട്ടോ. പിന്നെ അത് മാത്രമല്ല ഈ ഹോസ്പിറ്റലിനെ പറ്റി ഈ സ്ഥലത്തിനെ പറ്റി നിങ്ങളെ അഭിപ്രായം താഴെ കമൻറ്റിലും അറിയിക്കാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ നാളെ അടുത്ത വ്ളോഗായിട്ട് നാളെ കാണാം. അടുത്ത വ്ളോഗ് വെച്ചാൽ നമ്മളെ വീട്ടിലെ വിശേഷങ്ങളായിട്ട് നാളെ കാണാം കേട്ടോ. ബൈ.